ഈ മോഹൻലാൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഇത്രയും ഉടുപ്പില്ലാത്തൊരു മനുഷ്യൻ, അല്ലെങ്കിൽ ബോധമില്ലാത്ത മനുഷ്യൻ തോന്നിപ്പോകുന്ന രീതിയിലാണ് വയനാട് പോയി പ്രത്യക്ഷപ്പെട്ടത്. പുള്ളി ഒരുങ്ങിയെന്ന് പട്ടാള വേഷമൊക്കെ എടുത്തിട്ട് ഇതൊക്കെ കയ്യിലുണ്ടാകുന്നത് ഇടയ്ക്കെടുത്ത് ഇടണമല്ലോ എന്ന് വിചാരിച്ച് സിനിമ മാത്രമല്ലേ ഇടാറുള്ളൂ, അപ്പൊ എവിടെയെങ്കിലും ഒന്ന് ഇട്ടേക്കാം എന്ന് പറഞ്ഞു. അല്ലാതെ ഒരു വഴിക്ക് പോകുമ്പോ ഇങ്ങനെ പോകണമെന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പട്ടാളക്കാരനാണ് പോകണം. പക്ഷെ ഇയാൾ അങ്ങനത്തെ ആളൊന്നും അല്ലല്ലോ. എന്തോ പഴങ്ങളാണ് പോയത് അവിടെ. ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ? നമസ്കാരം. ഞാനിന്ന് ലാലേട്ടൻ എന്നൊരു പേര് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഈ വയനാട് ദുരന്തം റിലേറ്റഡായിട്ട് കേട്ട സമയത്ത് തന്നെ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നൊരു സംഭവമാണ്, ഇവൻ എവിടെയാണ്, ഇവൻ എന്തുകൊണ്ട് വന്നില്ല സമയം വരെ, ഇവൻ എന്തുകൊണ്ടാണ് ഇവൻ്റെ ഒരു അവതരിക്കൽ അല്ലെങ്കിൽ ഇവൻ്റെ പ്രത്യക്ഷപ്പെടൽ എന്തുകൊണ്ട് ഉണ്ടായില്ല എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ഒരാളൊരു വീഡിയോ ഷെയർ ചെയ്ത് തന്നത്. ഇത് ഏകദേശം ഞാൻ ഇപ്പോൾ ചെയ്യുന്ന സമയത്ത് രാവിലെ ചെയ്തൊരു 8 മണിക്കൂർ മുന്നേ 7 മണിക്കൂർ മുന്നേ അവൻ ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് ലാലേട്ടൻ എന്ന വ്യക്തി എവിടെ ഉണ്ടെങ്കിലും അതിനെ നഖശികാന്തം അല്ലേ പറയുക, എങ്ങനെയെങ്കിലും അതിനെ പറഞ്ഞ് അതുകൊണ്ട് അവനാൻ സ്വയം ഏറിപ്പോയാലും ഊളായാലും എന്ത് തന്നെ സംഭവിച്ചാലും അതിന് എങ്ങനെയെങ്കിലും എതിർക്കുക. ലാലേട്ടന് ആ പേര് കേട്ട സൈക്കിൾ എടുത്ത് കൂടുക അതിൻ്റെ പുറകെ. ചില കാര്യങ്ങളൊക്കെ ഇപ്പം പറയുന്നത് സെൻസായിട്ട് പറയുന്നുണ്ട്. ഞാൻ ചില കേസൊക്കെ ഇവൻ്റെ ഫോളോ ചെയ്യല്ല, അവൻ്റെ കാര്യങ്ങൾ കേൾക്കാറുണ്ട്, നമ്മളതിനോട് യോജിക്കാറുണ്ട്. പക്ഷേ ഈ ലാലേട്ടൻ്റെ കേസ് വരുന്ന സമയത്ത് ഇവരെന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവില്ല. എന്തായാലും പോട്ടെ, ചങ്ങായി പറഞ്ഞു വരുന്നത് നമുക്ക് കേൾക്കാം. ലാലേട്ടൻ ഇന്ന് രാവിലെ ആ പട്ടാള ഡ്രസ്സ് ഇട്ടു എന്നുള്ളതാണ് വിഷയം. അതാണ് വിഷയം, വേറെ ഒന്നുമില്ല. അത് കണ്ടു, ലാലേട്ടൻ ഇങ്ങനെ പട്ടാള ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങി എയർപോർട്ടുകൾ ഇങ്ങനെ വരുന്ന കണ്ടു. അപ്പോൾ തീരുമാനിച്ചു എന്തെങ്കിലും ഒന്ന് പറയണം. അത് കഴിഞ്ഞ് അവിടെ എത്തി. അപ്പോൾ എത്തുമ്പോഴേക്കും എങ്ങനെയാണ് ലാലേട്ടൻ വരിക? പട്ടാള ഡ്രസ്സാണെങ്കിൽ അങ്ങനെ കുറ്റം പറയുന്ന, സാധാ ടീഷർട്ടാണെങ്കിൽ അത് കുറ്റം പറയാം, ടീഷർട്ടാണെങ്കിൽ പറയാം കല്യാണത്തിന് വന്നു എന്ന് പറയാം, അത് എന്തും പറയാം അല്ലേ? അപ്പോൾ അതിന് കണക്കാക്കിയിരിക്കുന്ന സമയത്ത് ലാലേട്ടൻ ഈ മിലിറ്ററി ഡ്രസ്സിൽ വന്നു. അതാണ് ഇപ്പോൾ ഈ ചങ്ങായി കണ്ടുപിടിച്ചിട്ടുള്ളത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് എന്ത് സംഭവിച്ചു, അതിന് മുന്നേ ലാലേട്ടൻ എന്ത് ചെയ്തു, ആ പരിപാടി സംഗതികളൊന്നും നമ്മൾ വിഷയമല്ല. നമ്മുടെ വിഷയം എന്താ? ഡ്രസ്സ് ഇട്ടു ലാലേട്ടൻ, അത് ഡ്രസ്സ് ഇട്ടു എന്ന് ഒരുങ്ങി വന്നു, പട്ടാളക്കാരനായി വന്നു. ലാലേട്ടൻ അതിന് പട്ടാളക്കാരനല്ല, ഇതാണ് ഇവൻ്റെ വിഷയം. ഓക്കെ. പിന്നെ ഇന്ന് ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഓൾറെഡി ചെയ്തിരുന്നു. ഒരു സംഗതി ചോദിക്കട്ടെ, ലാലേട്ടൻ എന്ന് പറയുന്ന സിനിമാ നടൻ അല്ലെങ്കിൽ ലെഫ്റ്റനൻറ്റ് കേണൽ മോഹൻലാൽ, ഈ വ്യക്തി ഫസ്റ്റ് 25 lakhs ചീഫ് മിനിസ്റ്ററുടെ ഇതിലേക്ക് കൊടുത്തു. ഓക്കെ, CMDRFലേക്ക് വയനാട് ഇതിനു വേണ്ടി കൊടുത്തു. പ്രോപ്പർ ചാനലല്ലേ അതിന് പറയുക, പ്രോപ്പർ ചാനലിലൂടെ പുള്ളി കൊടുത്തു. ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെ വന്ന് സന്ദർശിച്ചു. ഈ വലിയ ആൾക്കാർ, ലാലേട്ടനെ പോലുള്ള ആൾക്കാരൊക്കെ ഇതുപോലുള്ള ദുരന്ത സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക അറിയോ? അവിടേക്ക് അത്രയും കഷ്ടതകൾ അനുഭവിച്ച് ആരോരും ഇല്ലാണ്ട് ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട് കാറ്റ് പോയി നിൽക്കണ ഹതഭാഗ്യരായ മനുഷ്യരാണ്. നമ്മളെപ്പോലെ നിൻ്റെയോ എൻ്റെയോ പോലുള്ള ആൾക്കാരല്ല, അങ്ങനെ കുണയ്ക്കാൻ വന്നിരിക്കുന്നവരല്ല. നീയും ഞാനും കുണയ്ക്കുന്ന ആൾക്കാരല്ല അവിടെ ഇരിക്കുന്നത്, മനസ്സിലായോ? അവിടെ അത്രയും വിഷമുള്ള ആൾക്കാരെടുത്തേക്ക് ഇതുപോലുള്ള ആൾ ചെന്നിട്ട് അവരെ മുഖത്തേക്ക് നോക്കുന്ന സമയത്തോ ഒരു തലോടലോ തൊടലോ, ഇന്നലെ രാഹുൽ ഗാന്ധി വന്നിട്ട് കണ്ടില്ലേ കെട്ടിപ്പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു സംഗതി വരുന്ന സമയത്ത് ദാറ്റ് മീൻസ് എ ലോട്ട് ടു ദം. അവർക്ക് അത്രയധികം അവർക്ക് അത്രയധികം ആത്മവിശ്വാസവും ജീവിക്കാനുള്ളൊരു സംഗതി മുന്നോട്ട് കിട്ടുകയാണ്. സൈക്കോളജിക്കലി ഒക്കെ തകർന്നിരിക്കുന്ന മനുഷ്യന്മാരാണ്. ഞാൻ അവിടെ പോയിട്ടൊന്നുമല്ല, പക്ഷെ ഒരു നോർമൽ മനുഷ്യന് കുറച്ചൊക്കെ ചിന്തിക്കാനുള്ള കണ്ണിച്ചോരുള്ള ഒരു മനുഷ്യൻ എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് ചിന്തിക്കുന്ന സംഭവമാണ്. ഇതാണ് അവരുടെ ഉള്ളത്. അപ്പോൾ ഈ മനുഷ്യൻ അവിടെ ചെല്ലുന്ന സമയത്തും അയാൾ കൊടുക്കുന്ന ഇതുപോലുള്ള ആൾക്കാർ കൊടുക്കുന്ന അഷ്വറൻസ് എന്നൊരു സംഭവമുണ്ട്. ദാറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ആ അഷ്വറൻസ്, ആ നോട്ടം, ആ ഒരു വാക്ക് അല്ലെങ്കിൽ ഇതിൽ അത്രയും വലിയൊരു സാന്ത്വനം അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും. മനസ്സിലായോ? പിന്നെ ലാലേട്ടൻ അവിടെ ചെന്നത് ഈ യൂണിഫോമിൻ്റെ കേസ്, ബ്ലഡ് ഈസ് എ ലെഫ്റ്റനൻറ്റ് കേണൽ പൊട്ട അല്ലേ? നിനക്ക് കിട്ടിയോ ലെഫ്റ്റനൻറ്റ് കേണൽ പോസ്റ്റ് കിട്ടിയോ? നിനക്ക് എന്തെങ്കിലും തേങ്ങ കിട്ടിയോ? കിട്ടിയിട്ടില്ലല്ലോ. നീ എങ്ങനെ കിട്ടിയതാണെന്നുണ്ടെങ്കിലും നിനക്ക് കിട്ടിയോ? എനിക്ക് കിട്ടിയോ? നമുക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അത് കഴിഞ്ഞ് ആ മനുഷ്യൻ അവിടെ ചെന്ന് ആ ലാലേട്ടൻ്റെ ബറ്റാലിയനാണ് അവിടെ ചെയ്യുന്നത്, രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന ബറ്റാലിയൻ്റെ ഭാഗമായിട്ടുള്ളൊരു മനുഷ്യനാണ് ലെഫ്റ്റനൻറ്റ് കേണൽ മോഹൻലാൽ. മനസ്സിലായോ? മനസ്സിലാവാനായിട്ടല്ല, ഇതൊന്നും അറിയാണ്ടല്ല, അതൊന്നും അറിയാൻ കേപ്പബിലിറ്റി ഇല്ലാത്ത ഒരു വ്യക്തിയല്ല അജു അലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചെകുത്താന്നുള്ള പേര് നടക്കുന്ന ചങ്ങായി. മനസ്സിലായില്ലേ? എന്നിട്ട്
അവിടെ എന്താ പറയുക, അതിനെ ഈ രീതിയിൽ വിമർശിക്കുക എന്ന് പറയുമ്പോൾ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ലാലേട്ടൻ അവിടെ ചെന്നിട്ടുള്ളത്. അവിടെ ചെന്ന് വണ്ടിയിൽ കൂടെ മേലെ കൂടെ കൈകൊണ്ട് കേട്ട് അവിടെ ഇവിടെ അല്ല ചെയ്ത്, അവിടെ ആൾക്കാരോട് പോയി സംസാരിച്ചു. ഒരു വ്യക്തിയോട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞ വർത്താനമില്ലേ, ഞങ്ങൾക്ക് ആരുമില്ല, നിങ്ങളിങ്ങനെ വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയ സിറ്റുവേഷനാണ്. ടി വി ഒക്കെ എടുത്ത് വെച്ച് അതിലെടുത്ത് വെച്ച് കാണുമ്പോൾ മനസ്സിലാവും. അത് കാണുന്ന സമയത്ത് കുറേയൊക്കെ മുഖഭാവങ്ങൾ കണ്ട അഭിനയമാണോ മറ്റാണോ സംഭവമാണോ നമുക്ക് മനസ്സിലാക്കി, നാട്ടുകാർക്കും ജനങ്ങൾക്കും മനസ്സിലാവാനായിട്ടുണ്ട്. അവിടെ ചെന്ന് പറയണ സമയത്ത് അവർ മറുപടി പറയുന്നത് എന്താ, എനിക്കിങ്ങനെ ഞങ്ങൾക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആരുമില്ല എന്ന് പറയുമ്പോൾ അതിനല്ലേ ഞാൻ നേരിട്ട് വന്നതെന്ന് ചോദിച്ചേ. മനസ്സിലായോ? അത് ചോദിക്കുന്ന സമയത്ത് നിന്നെപ്പോലുള്ള കോമാളികൾക്ക് അത് വേറെ രീതിയിൽ തോന്നുമായിരിക്കാം, പക്ഷെ അവിടെ ഉള്ളവർക്ക് തോന്നില്ല. അല്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ എന്നെയൊക്കെ പോലുള്ള സാധാരണക്കാരായിട്ടുള്ള കൊണകൾ അടിക്കും. ഇത്രയും വലിയ ഹൈലൈറ്റായിട്ട് മറ്റേ 110ാമത്തെ നിലയിൽ നിന്ന് കൊണടിക്കുന്ന പോലുള്ള അല്ലാത്ത എല്ലാ ആൾക്കാർക്കൊക്കെ ഒരുവിധം സംഗതികൾ മനസ്സിലാവും. ഇത് കഴിഞ്ഞതിന് ശേഷം ആ മനുഷ്യൻ അവിടെ വന്ന് പ്രഖ്യാപിച്ച സംഭവം എന്താ, വിശ്വശാന്തി എന്നല്ലേ പേര്, അച്ഛൻ്റെയും അമ്മയുടെയും പേരിലുള്ള ലേറ്റ് ഉള്ള അച്ഛൻ്റെയും അമ്മയുടെയും പേരിലുള്ള ഫൗണ്ടേഷൻ. മനസ്സിലായോ? 3 കോടി കൊടുത്തു. 3 കോടി എത്ര പൂജ്യമുണ്ട് എണ്ണിയൊക്കെ. 3 കോടി രൂപ അവിടെ ഇതിനു വേണ്ടി കൊടുത്തവർ. 25 ലക്ഷം കൊടുത്തു പ്രോപ്പർ ചാനൽ. അത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ലാലേട്ടൻ 3 കോടി രൂപ കൊടുത്തു. എന്നിട്ട് ആ സ്കൂളിൻ്റെ കേസ് പറഞ്ഞു. സ്കൂളിൽ പണ്ട് ഞാനവിടെ വന്നിട്ട് എനിക്കറിയാം സംഗതി പറഞ്ഞിട്ടുണ്ട്. ആ സ്കൂളിൻ്റെ സിറ്റുവേഷൻ കണ്ടിട്ട് അതിൻ്റെ പുനർനിർമ്മാണം ചെയ്യാമെന്ന് പറഞ്ഞു. അതിനും കൊടുക്കും. അതിന് 2 കോടി ചിലവാവില്ലേ, അതിനുണ്ട് കോടിക്ക് കുറേ പൂജ്യം. അതും ചെയ്യാമെന്ന് പറഞ്ഞു. ഈ പരിപാടി ഇത്ര അധികം ചെയ്ത 2 കോടിയിൽ നിൽക്കില്ല അറിയില്ല. ഇത്ര അധികം ചെയ്തൊരു മനുഷ്യൻ, പിന്നെ അവിടെ കണ്ടിട്ടുള്ള മനുഷ്യനെ വിമർശിക്കാൻ നീ വീഡിയോ വീണ്ടും ഷെയർ ചെയ്തിരിക്കുന്നത്. എന്നാൽ തരക്കടില്ല, രാവിലെ പട്ടാളക്കുപ്പായം കണ്ടപ്പോൾ അന്ന് ചെയ്യടാ കേട്ടപ്പെട്ട പറഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ട് ചാടി ഇറങ്ങുകയാണെങ്കിൽ തരക്കടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഈ പരിപാടി ന്യൂസിൽ ഇത്ര അധികം വന്ന ശേഷം വീണ്ടും ഷെയർ ചെയ്തിരിക്കുന്നത്. മനസ്സിൽ എന്തൊക്കെയോ കിടന്ന് ഞൊളക്കുകയാണ്. ഇങ്ങനെ എന്താ പറയുക, ഈ പുഴുക്കൾ കിടന്നിട്ട് ഇങ്ങനെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ലാലേട്ടനോട് ആ പഴയ പ്രശ്നം. ബാലേൻ്റെ അടുത്ത് ഇവനെ സത്യം പറയില്ല, ഞാൻ ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് അന്ന് ഞാൻ ബാലയുടെ കേസിൽ ഇവനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടതാണ്. ഞാൻ ഇതിൽ ഖേദിക്കുന്നു പറയല്ല, ഖേദിക്കുന്നൊന്നുമില്ല, പക്ഷെ ഞാൻ പറയാണ് 2 കിട്ടിയാലും അത് ഞാൻ പറഞ്ഞ ഈ ലാലേട്ടനെ പോലുള്ള ആൾക്കാരുടെ കഴിവുകേടാണ് ഇവൻ. ലാലേട്ടൻ ഇവൻ പറഞ്ഞിട്ടുള്ള ആ കഴിവുകേടാണ് ഇവൻ ഇന്നും ഇന്ന് കൊണയ്ക്കുന്നത് അതാണ്. പറയാനായിരിക്കും. അല്ല ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ത് എത്ര ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട്. 10,000 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്ത ആളാണ് ഈ ഇരിക്കുന്നത്. പേര് ചെകുത്താൻ. മന്ത്രിമാര് പോയി ഊളത്തരം കാണിച്ച പോലെ മോഹൻലാൽ ഒരു ഊളത്തരം കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അവിടെ മന്ത്രിമാര് പോയി ഊളത്തരം കാണിച്ചു. രാഷ്ട്രീയമായിട്ടൊന്നും കൂട്ടി വെക്കണം. ഏത് പാർട്ടിയാണെന്നുണ്ടെങ്കിലും അവിടെ മിനിസ്റ്റേഴ്സിനാണെങ്കിലും മന്ത്രിമാർക്കാണെങ്കിലും ഈ കട്ട് തിന്നും പരിപാടിയും കാര്യങ്ങളൊക്കെ അതൊക്കെ വിട്. അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സിനൊക്കെ ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ അതിനൊക്കെ പല റോളുണ്ട് ചങ്ങാതി ഒരു സിസ്റ്റത്തിന്. അത് പിന്നെ മനസ്സിലാവാത്ത ആൾക്കാരാണ് ഈ പറഞ്ഞ് മനസ്സിലാക്കാറില്ല. പക്ഷെ ഇത് മനസ്സിലാവാത്ത കുഴപ്പമില്ല. ഇവനെന്താ വേണ്ടിച്ച് അവനോട് സപ്പോർട്ട് കാണിക്കണം. ഷോ യുവർ സപ്പോർട്ട് എന്നുകൊണ്ട് സാധനം അടി കൊടുത്തിട്ടുണ്ട്. എത്ര അവൻ്റെ സപ്പോർട്ട്? സെൻഡ് ഫോർ ₹30. 30 രൂപയ്ക്ക് ഇവന് സപ്പോർട്ട് കാണിക്കണം. യൂട്യൂബിൽ വീഡിയോ, ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടത്. അല്ല, ഞാനും തന്നെയാണ് ചെയ്തി, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനെയുണ്ടോ നാണം കെട്ട മനുഷ്യൻ. ബുദ്ധിശൂന്യമായ പ്രവർത്തികൾ ചെയ്യുന്നതിൽ കേരളത്തിലെ നമ്പർ 1 ആളാണ് മോഹൻലാൽ. അത് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണോ, ബോധം നഷ്ടപ്പെട്ടത് കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. വേഷം കിട്ടിയിരിക്കുന്നത്, ഫാൻസി ഡ്രസ് കളിക്കാൻ പോയേക്കുന്നു ദുരന്ത ഭൂമിയിൽ. ലാലേട്ടൻ പിന്നെ ഇപ്പം എന്താ ഉദ്ദേശിക്കുന്നത്? ഇയാളവിടെ ചെന്നിട്ട് മറ്റേ തുണി ലുങ്കിയും കുപ്പായം എടുത്തിട്ട് അവിടെ പോയി അവരെ കൂടെ ഒന്ന് കളിക്കണമെന്നോ? എന്താണത്? ലാലേട്ടൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഫൊഗെറ്റ് ലാലേട്ടൻ. ബാക്കി ഇതുപോലെ ചെല്ലുന്നവർ എന്ത് ചെയ്യണം? രാഹുൽ ഗാന്ധി 2 ദിവസം മുന്നേ വന്നു പോയല്ലോ, അപ്പോൾ പറയാനൊന്നും വർത്താനില്ല. പിന്നെ മുഖ്യമന്ത്രി വന്നു പോയില്ലേ, അപ്പോൾ ഒന്നും വർത്താനില്ല. ലാലേട്ടൻ്റെ കേസിൽ എവിടെ വന്നാലും അതേ പറഞ്ഞ ലാലേട്ടനൊക്കെ പറ്റിയ കഴിവുകേടാണ് ഇവൻ ഇന്നും. ഇതുപോലൊരു അധപ്പതിച്ച രീതിയിൽ ജീവിക്കാൻ ഒരു പ്രത്യേകതരം മണ്ടത്തരം വേണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെ കേണൽ പദവിയിലൊക്കെ ഇരുത്തുക എന്ന് പറയുന്നതാണ് മിലിറ്ററിയുടെ ഒരു പരാജയമായിട്ട് തോന്നുന്നത്. അതെ, മിലിറ്ററി ഇത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇവനെ പിടിച്ചിട്ട് അവിടെ ഇരുത്തുക. ഓക്കെ, അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ പദവികൾ മിലിറ്ററിയിൽ റാങ്കിൻ്റെ ഒരു കാര്യങ്ങൾ നമുക്കറിയില്ല, പക്ഷേ ഇതിനേക്കാളും വലിയ പദവി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ അവിടെ പിടിച്ചിരുത്തുക. ബിക്കോസ് അവിടെ ആപ്റ്റായിട്ട് ഇരിക്കാൻ കഴിവുള്ള ഇന്ന് കേരളത്തിൽ നിന്ന് ആരെങ്കിലും മിലിറ്ററിയിലെടുത്തിട്ട് അവിടെ ഇരുത്തി എല്ലാ കാര്യങ്ങളും സൂപ്പറായി നടത്തി എല്ലാ കാര്യങ്ങളും കൊണ്ടു നടക്കാൻ പ്രാപ്തനായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാണക്കേടായത് ഇങ്ങനെ ആടിനും സംക്രാന്തിക്കും കേരളാകുന്ന ഒരു പ്രത്യേകതരം ജീവിതമുള്ളൊരു മനുഷ്യനെ പറ്റി
അതൊക്കെ അവതരിപ്പിക്കാനായിട്ട് ഇയാൾ ഫാൻസി ഡ്രസ് ഇട്ട് എവിടെ പോയിക്കോട്ടെ, എന്തിനാ ഇങ്ങനെ ഒരു പദവി എടുത്തു വിടുന്നത്? അതും 4 ദിവസം കഴിഞ്ഞപ്പോ എങ്ങാണ്ടാ ചെല്ലുന്നത്. ഭയങ്കര ഉത്തരവാദിത്വം. എനിക്കൊന്ന് ഉടുപ്പ് തയ്പ്പിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന പുള്ളിയുടെ സൈസിൽ ഇപ്പൊ ഉണ്ടാകത്തില്ല, അതിന് വരുത്തിയതാ. എല്ലാം അവിടെ തയ്പ്പിച്ചതാണ് എവിടെയെങ്കിലും. പുള്ളിയുടെ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, തയ്പ്പിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. എന്നാലും ഒരു ഉടുപ്പില്ലായ്മ, ഒന്നൊരു പരിധിയില്ലെന്നേ. അത് എവിടെ ചെന്ന് എന്ത് ചെയ്യണം എന്നൊന്നും അറിയാത്തൊരു പ്രത്യേക മനുഷ്യൻ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വിടുന്നതാണോ, ഇയാൾ തന്നെ തീരുമാനിക്കുന്നതാണോ എന്ന് അറിയത്തില്ല. പക്ഷെ ഇത് ഭയങ്കര നാണം കെട്ടൊരു യാത്രയായി പോയി. വേഷം വയ്യ, മുഴുവൻ കേൾക്കുന്നില്ല. ഓക്കെ, മുഴുവൻ കേട്ടിട്ടില്ല, മുഴുവൻ കേൾക്കുന്നില്ല. ചില സമയത്ത് നമ്മളേ ക്ലോസറ്റിൽ ഇങ്ങനെ എത്ര ഫ്ലഷ് ചെയ്താലും പോവാതെ കിടക്കുന്ന ഒന്നുണ്ടായിരിക്കും. എത്ര ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാലും 99.9% കീടാണോ എന്ന് ഞാൻ പറയുന്നില്ല, അതിലേറെ താഴെ ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാലും പോവാതെ കിടക്കുന്നൊരു സാധനം ഉണ്ടല്ലോ. അതൊരു ഫേസ്ബുക്ക് അക്കൗണ്ടും അതൊരു യൂട്യൂബ് ചാനലും തുടങ്ങി മുടിയും മുന്നിക്കിട്ട് കണ്ണടയും വെച്ച് വന്നിരിക്കുന്ന ഒരു മഹാൻ, അല്ലാതെ ഒന്നും പറയാനില്ല. മഹാനായ ചെകുത്താനായ മഹാൻ.